ചില സ്കിൻ കെയറിന്റെ വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ എന്റെ തന്നെ ചില വീഡിയോസിന്റെ അടിയിൽ ഇങ്ങനെ കാണാറുണ്ട് ഈ മുഖത്ത് ചാണകം കൂടിയേ വരുത്തേക്കാൻ ബാക്കിയുള്ളൂ. കാരണം നമ്മൾ എല്ലാ സംഭവങ്ങളും ഇപ്പം മുഖത്തിലായിക്കോട്ടെ ഫേസിലായിക്കോട്ടെ അതേപോലെ തന്നെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് മിക്കവാറും. ഇപ്പൊ എല്ലാ ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ ഓരോ ഫ്രൂട്ട്സിന്റെ പാക്കുകളായിക്കോട്ടെ നമ്മൾ പറയും ഫ്രൂട്ട്സുകൾ നല്ലതാണെന്ന്. എന്താ ഉണ്ണിയേ അതായത് നമ്മൾ ഫേസിലായിക്കോട്ടെ അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റാറുണ്ട്. അത് ഫ്രൂട്ട്സ് ആണെങ്കിലും മിക്കവാറും എല്ലാ ഫ്രൂട്ട്സും പറ്റും. അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാ പച്ചക്കറികളും നമ്മൾ മുഖത്ത് വെക്കാറുണ്ട്. അതേപോലെ പൊടികൾ എടുക്കുകയാണെങ്കിൽ അരിപ്പൊടി, മുളകൊടി എടുക്കാറില്ല, മഞ്ഞപ്പൊടി, പിന്നെന്താ പറയുക ജീരകത്തിന്റെ പൊടിയാണെങ്കിൽ പിമ്പിൾസിന് വളരെ നല്ലതാണ്. അതേപോലെ കടലപ്പൊടി, പയറുപൊടി, ഇതൊക്കെ നമ്മൾ സ്കിൻ കെയറിലും ഹെയർ കെയറിലും ഒക്കെ ആയിട്ട് ഉൾപ്പെടുത്താറുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ആളെന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളവും നമ്മുടെ സ്കിൻ കെയറിൽ അരി ഉപയോഗിക്കുമ്പം എന്തായാലും ആ ഒരു അരിയുടെ പൊടിന്റെ അല്ലെങ്കിൽ ആ കഞ്ഞി വെള്ളത്തിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഹെയറിലേക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഉപ്പിടാണ്ട് മുഖത്താണെങ്കിൽ ഉപ്പിടണം കേട്ടോ. നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം, ഇന്നത്തെ കഞ്ഞിവെള്ളം നാളെ നമ്മൾ തലയിൽ തേക്കുക, കുറച്ചു നേരം അങ്ങനെ തന്നെ വെക്കുക, ഒരു 7 മിനിറ്റ് അരമണിക്കൂർ വെച്ചിട്ട് കഴുകിക്കളയാണെങ്കിലും അടിപൊളിയാണ്. ആരെ വിളിക്കുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് മുഖത്ത് ഉപയോഗിക്കുമ്പോൾ കേട്ടോ നമുക്കൊരു ടോണർ പോലെയായിട്ട് കഞ്ഞിവെള്ളം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം എന്താ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കുക, അത് നമ്മൾ ചെറിയ സ്പ്രേ ബോട്ടിൽ എന്തെങ്കിലും ആക്കിയതിന് ശേഷം നമ്മൾ ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു പാക്ക് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉപയോഗിക്കില്ല. ഇപ്പോൾ റോസ് വാട്ടറിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ നോർമൽ പച്ചവെള്ളത്തിലായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പച്ചവെള്ളത്തിലൊക്കെ പകരമായിട്ട് ഈ ഒരു നമ്മൾ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ആക്കി തേക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ വെറുതെ കൈ കൊണ്ടാക്കി കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെ പണിയെടുക്കുന്ന സമയത്ത് അടുക്കളയിലൊക്കെ വെറുതെ ഇരിക്കുമ്പോഴും കഞ്ഞി വെച്ച് കഴിയുമ്പോൾ ആ ഒരു കഞ്ഞിവെള്ളം എടുത്തിട്ട് ഇതേപോലെ മുഖത്തേച്ച് കൊടുത്തോളൂ കേട്ടോ. എന്തായാലും ഒരു പ്രശ്നം വരില്ല, നമുക്ക് ആ ഒരു ഗുണം കിട്ടുന്നല്ലാണ്ട് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും വരില്ല. നമ്മുടെ ഫേസിനാണെങ്കിലും നല്ലൊരു ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് നല്ല ക്ലിയർ ആവാനായിട്ടും ഡാർക്ക് സ്പോട്ടിൻ്റെ ഒക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരു പിഗ്മെന്റേഷൻ കുറയ്ക്കാനൊക്കെ ആയിട്ട് കഞ്ഞിവെള്ളം നല്ലതാണ്. അപ്പോൾ നമുക്കിനി കഞ്ഞിവെള്ളത്തിന് റേഞ്ച് വരുന്ന 2 സാധനം നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മൾ ഫേസ് വാഷ് ആണ്. ഇത് വന്നിട്ട് മാമഎർത്തിന്റെ റൈസ് ഫേസ് വാഷ് ആണ്. ഇപ്പൊ നമ്മൾ പല പ്രൊഡക്റ്റുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ അതിൽ ആ ഒരു റേഞ്ച് ആണ്. ഇപ്പൊ എന്താ പറയുക, റൈസ് വാട്ടർ റേഞ്ച്, ഉപ്തൻ റേഞ്ച്, അതുപോലെ തന്നെ ബീട്രൂട്ട് റേഞ്ച്, നീം റേഞ്ച്, അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിൻ നല്ലതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു കഞ്ഞിവെള്ളത്തെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു റൈസ് വാട്ടർ അല്ലെങ്കിൽ ആ ഒരു അരി അതിന്റെ കാര്യങ്ങളാണ് ഈ ഒരു നമ്മുടെ മാമഎർത്തിന്റെ ഈ ഒരു ഫേസ് വാഷിൽ വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ ആ ഒരു കഞ്ഞിവെള്ളത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു അരിപ്പൊടി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു റൈസിന്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ഈ ഒരു റേഞ്ചിൽ യൂസ് ചെയ്യുമ്പോൾ അതിലും കിട്ടും കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് നയാസിനമൈഡും അതുപോലെ തന്നെ റൈസ് വാട്ടറാണ് വരുന്നത്. നയാസിനമൈഡ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന എന്താ പറയുക ഡെഡ് സ്കിന്നിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഡാർക്ക് സ്പോട്ടിന്റെ ഇഷ്യൂ, പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ട്, പിന്നെ പോർസ് നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് മാമഎർത്തിന്റെ ഈ ഒരു ഫേസ് വാഷ് ആണ്. ഇത് നമ്മൾ എന്താ പറയുക നോർമലി മോർണിംഗിൽ അതുപോലെ തന്നെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് വാഷ് ചെയ്യുമല്ലോ. അപ്പോൾ ഇത് കുറച്ച് കയ്യിലെടുക്കുക, അതിന് ശേഷം എന്ത് ചെയ്യുക, ഫേസിൽ ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്യുക. നമ്മളെപ്പോഴും ഫേസ് വാഷ് ചെയ്യണമെങ്കിലും അവിടെ നിന്ന് ആ ചില്ലുന്ന് ലൈറ്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ഇട്ടിട്ട് ഫേസ് ക്ലീൻ ആക്കി 2-3 മിനിറ്റ് 1 മിനിറ്റ് എങ്കിലും നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ക്ലീൻ ആക്കിയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക ഇത് കുറച്ച് മാത്രം എമൗണ്ട് എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിൽ മേടിച്ചാൽ കുറേ കാലം ഉണ്ടാവും കേട്ടോ. ഇതേപോലത്തെ ഒരു ബോട്ടിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. പിന്നെ ഈ ഒരു മാമഎർത്തിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മെയ്ഡ് സേഫ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം മാമഎർത്തിന്റെ പ്രൊഡക്റ്റ് അധികം കെമിക്കൽസും കാര്യങ്ങളൊന്നും വരുന്നില്ല, കൂടുതൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത്. ഡെർമറ്റോളജിക്ക് ടെസ്റ്റഡ് പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആവും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇതും അതുപോലെ തന്നെ ഒരു സൺസ്ക്രീൻ വരുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് പറഞ്ഞുതരാം. മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്കിത് മാമഎർത്തിന്റെ സൈറ്റിലും അതുപോലെ തന്നെ ആമസോണിലും നൈക്കയിലും പേർപ്പിളും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ മാമഎർത്തിന്റെ സൈറ്റിലാണ് മേടിക്കണമെങ്കിൽ ഞാനൊരു കൂപ്പൺ കോഡ് കൊടുക്കാം കേട്ടോ. ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ നമുക്ക് ഓൺലൈനിൽ മാത്രമല്ല ഓഫ്ലൈനിലായിട്ട് നമുക്ക് മാമഎർത്തിന്റെ പ്രൊഡക്റ്റുകളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ കേട്ടോ. പിന്നെ മാമഎർത്തിന്റെ ഒഫീഷ്യൽ ആപ്പോടും ഉണ്ട്. നമ്മൾ ആ ആപ്പ് ത്രൂ ആണ് മേടിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഒരു ഡിസ്കൗണ്ടും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റുമേ. അപ്പൊ നമ്മുടെ ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത് ഒരു ക്രീമിന്റെ ആ ഒരു വൈറ്റ് കളറിൽ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. നമ്മൾ കുറച്ച് മുഖം നനയ്ക്കണം, എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യുന്നു, കഴുകിക്കളയാണെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിലും ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ നൈറ്റിലാണെങ്കിൽ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിലും ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് ഏതൊരു ക്ലൈമറ്റ് ആണെങ്കിലും പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിൽ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, സൺസ്ക്രീൻ യൂസ് ചെയ്യണം.
അപ്പൊ ഇത് വന്നിട്ട് മാമത്തിന്റെ ഒരു റൈസ് വാട്ടർ റേഞ്ചിൽ വരുന്ന സൺസ്ക്രീൻ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ SPF എത്രയുണ്ട്, അതുപോലെ തന്നെ PA++ അതിന്റെ എത്ര പ്ലസ് വരുന്നുണ്ട് നോക്കണം. അപ്പൊ ഇതിൽ വന്നിട്ട് SPF 50 50 വരുന്നുണ്ട്, അതുപോലെ തന്നെ PA+++ കൂടെ വരുന്നുണ്ട്, 4+ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്രയും പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് വൈറ്റ് കാസ്റ്റും കാര്യങ്ങളും തീരെയില്ല, ലൈറ്റ് വെയിറ്റ് ആണ്, സ്കിൻ ടൈപ്പിന് സൂട്ട് ആകുന്ന, അതുപോലെ തന്നെ ഡെർമറ്റോളജിക് ടെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു സെയിം ഇൻഗ്രീഡിയൻസ് ആണ് റൈസ് വാട്ടറും അതുപോലെ തന്നെ നയാസിനമൈഡ് തന്നെ വരുന്നത്. ഇത് നമ്മളിങ്ങനെ കുറച്ച് എടുക്കുന്ന സമയത്ത് കുറച്ച് അധികം എമൗണ്ട് എടുക്കുക, അതിനുശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇത് റിമൂവ് ചെയ്യുക കേട്ടോ. ജസ്റ്റ് എനിക്കൊന്ന് കാണിച്ചത് മാത്രം. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട്, ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഇഷ്യൂസ് ഒന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇത് ആ ഒരു ഒട്ടിപ്പിടിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റിക്കി ആയിട്ടുള്ള ഫോമിലൊന്നുമല്ല, ഇതാ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഞാൻ പറയാറുണ്ട് ഇപ്പോഴത്തെ മിക്കവാറും എല്ലാ സൺസ്ക്രീനൊക്കെ നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന ലഘുവത്തോടെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവിടെ ഒരു മരം മുറിക്കുന്നുണ്ട്, അതുകൊണ്ട് ഭയങ്കര സൗണ്ട് ഉണ്ട് കേട്ടോ. ഞാൻ സൗണ്ട് കുറച്ച് കൂട്ടിയിട്ട് കുറച്ച് സ്പീഡിലും പറയുമ്പോൾ ആ ഒരു സൗണ്ടിനൊന്ന് കവർ ചെയ്യാനായിട്ട് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ്. അപ്പൊ ഇതേപോലെ ഇത്രയും പോരാ, ഒരുപാട് നമ്മൾ കുറച്ചധികം, ഒരുപാടല്ല കുറച്ചധികം തന്നെ സൺസ്ക്രീൻ എപ്പോഴും നമ്മുടെ ഫേസിലും ആ ഒരു സണ്ണായിട്ട് എക്സ്പോസ് എന്താ പറയുക വെയിലുമായിട്ട് ഇങ്ങനെ കറക്റ്റ് അടിക്കുന്ന ഭാഗങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പം നല്ല സൺസ്ക്രീൻ ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ തരുന്ന മാമത്തിന്റെ റൈസ് വാട്ടർ റേഞ്ചിൽ വരുന്ന സൺസ്ക്രീൻ ആണ്. മാമേഴ്ത്ത് റൈസ് വാട്ടർ ഡ്യൂയി സൺസ്ക്രീൻ ആണ്. സൺ പ്രൊട്ടക്ഷൻ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു റൈസ് വാട്ടർ റേഞ്ചിൽ വരുന്ന 2 പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള റൈസ് വാട്ടർ ഫേസിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇതേപോലെ ഫ്രഷ് ഒക്കെ എടുത്തേക്കാൻ മടിയാണ്, പക്ഷെ ഈ ഒരു റൈസ് വാട്ടറിന്റെ ഗുണങ്ങളൊക്കെ കിട്ടണം എന്നാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ പ്രൊഡക്റ്റുകൾ മേടിച്ച് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ മാമകത്ത് എന്ന് പറഞ്ഞൊരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ബ്രാൻഡ്, അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രാൻഡാണ്. പിന്നെ നിങ്ങൾ മാമകത്തിന്റെ പ്രൊഡക്റ്റുകൾ മേടിക്കുന്ന സമയത്ത് ഫീഡ്ബാക്കും കൂടെ അറിയിക്കും കേട്ടോ, കാരണം അവരിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന്റെ ബേസിൽ ഇപ്പോൾ ആ ഒരു ഒനിയൻ ഷാമ്പൂലിന് അവർ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ റിസർച്ചിലൂടെ അതുപോലെ തന്നെ ഇന്നോവേഷൻസിലൂടെ ഒക്കെ ഇപ്പോഴും എല്ലാ പ്രൊഡക്റ്റിലും അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.